ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന ടോപ്പിക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മളിന്നിവിടെ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ രണ്ട് ടൈപ്പ് റാൻഡം വേരിയബിൾസിന്, അതായത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. കൂടാതെ രണ്ടിനും കുറച്ച് എക്സാമ്പിൾസ് നോക്കുന്നു. എക്സ്പെക്റ്റേഷൻ്റെ ചില പ്രോപ്പർട്ടീസ് നോക്കുന്നു. എക്സ്പെക്റ്റേഷൻ്റെ ചില ആപ്ലിക്കേഷൻസ് നോക്കുന്നു. ഇത്രയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് രണ്ട് ടൈപ്പ് റാൻഡം വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റാൻഡം വേരിയബിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും രണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ എക്സ് വാല്യൂസ് എടുക്കുന്നത് 1/1 ആയിട്ടാണ്. x1, x2, x3 അങ്ങനെയാണ്. അത് ഫൈനൈറ്റോ ഇൻഫൈനൈറ്റോ ആകാം. പക്ഷേ ഇൻഫൈനൈറ്റ് ആയാൽ വാല്യൂസ് കൗണ്ടബിൾ ആയിരിക്കണം. അതായത് വെരി നെക്സ്റ്റ് വാല്യൂ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് 1-1 റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് സംതിങ് എപ്പോഴും 0, 1, 2, 3, 4 അങ്ങനെ പോകും. അത് ചില കേസുകളിൽ ഫൈനൈറ്റ് നമ്പർ വരെ ആകൂ, ചില കേസുകളിൽ ഇൻഫിനിറ്റ് നമ്പർ ആകാം. എന്തായാലും 1/1 ആണ്. 1/1 ആയിട്ട് നമുക്കത് എടുത്ത് പറയാൻ പറ്റും. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് അതിന് 1-1 റിലേഷൻഷിപ്പ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് റാൻഡം വേരിയബിളാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഈ ടൈപ്പ് റാൻഡം വേരിയബിൾസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വാല്യൂസ് 1/1 ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഇങ്ങനെ x1, x2 അങ്ങനെ പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു ഇൻ്റർവെല്ലിലായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 0 <= x <= 1 അല്ലെങ്കിൽ x <= -1 അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ് റാൻഡം വേരിയബിൾസിനും എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടൈപ്പിന് ഒരു റാൻഡം വേരിയബിൾ x ഉണ്ട്. അത് ഡിസ്ക്രീറ്റ് ആണ്. അതിൻ്റെ PMF പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ P(x) ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, E(x). എക്സ്പെക്റ്റേഷൻ ഓഫ് x അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, സമ്മേഷൻ ഓവർ x × P(x). ഇത് വേറൊന്നുമല്ല, ഡിസ്ക്രീറ്റ് ടൈപ്പ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ x ഓരോ വാല്യൂ 1/1 ആയിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കൊണ്ട് ഈ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രോഡക്ട്സ് എല്ലാം കൂടി സം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈപ്പ് റാൻഡം വേരിയബിൾസിൻ്റെ എക്സ്പെക്റ്റേഷൻ കിട്ടും. നൗ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് x ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f(x) ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് x ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ സമ്മേഷൻ ആയിരുന്നിടത്ത് ഇൻ്റഗ്രേഷൻ ഓവർ x, റേഞ്ച് ഓവർ x × f(x) dx. ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടുന്നത് പ്രോബബിലിറ്റി അല്ല. ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൽ പ്രോബബിലിറ്റി 0 ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 1/1 ആയിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയും മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യുക ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. x പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ x-ൻ്റെ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Suppose that the probability that the sets consisting of 1, 2, 3, 4 and 5 persons pay a visit to an art gallery are 0.2, 0.5, 0.2, 0.07 and 0.03 respectively. What is the expected number of persons per set? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അത് ആ ഗ്രൂപ്പിൽ ഒരാളാവാം, രണ്ടാളാവാം, മൂന്നാളാവാം, നാലാളാവാം, 5 ആളാവാം. ഇങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പും ഒരു ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.2, 0.5, 0.2, 0.07 ആൻഡ് 0.03 എന്നിങ്ങനെയാണ്. അതായത് ഒരാൾ മാത്രമുള്ളൊരു ഗ്രൂപ്പ് വിസിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.2, 2 പേര് ഉള്ളൊരു ഗ്രൂപ്പ് വിസിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.5 അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ
എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തിൻ്റെ എക്സ്പെക്റ്റേഷനാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എക്സ് എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്. നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സെറ്റ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എക്സ് ഒരു നമ്പറാണ്, അതുകൊണ്ട് തന്നെ എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാം. അതിന് എക്സ് വേണം, പ്രോബബിലിറ്റി ഓഫ് എക്സ് വേണം, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യണം. അതിന് എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എഴുതുന്നു. എക്സിൻ്റെ വാല്യൂസ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എക്സിന് എടുക്കാൻ പറ്റുന്ന 5 വാല്യൂസേ ഉള്ളൂ, 1, 2, 3, 4 and 5. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് 0.2, 0.5, again 0.2, 0.07 and 0.03. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഡെഫിനിഷൻ അനുസരിച്ച് അങ്ങനെയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഫസ്റ്റ് വാല്യൂ 1 ഇൻറ്റു 0.2 സമ്മേഷൻ ആയതുകൊണ്ട് പ്ലസ് ദെൻ 2 ഇൻറ്റു 0.5 again plus 3 into 0.2 plus 4 into 0.07 plus 5 into 0.03. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 2.23 കിട്ടും. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. നമുക്ക് 2ലേക്കോ 3ലേക്കോ അപ്രോക്സിമേറ്റ് ചെയ്യാം. 3ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2.23 is greater than 2. അതുകൊണ്ട് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ. ഇഫ് എക്സ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ് ഇൻ ആൻ ഇൻഡെഫിനിറ്റ് സീരീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് വിത്ത് കോൺസ്റ്റൻറ്റ് പ്രോബബിലിറ്റി പി ഓഫ് സക്സസ്, ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. ഇൻഡെഫിനിറ്റ്ലി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് ആണ് ഫോർ എവറി ട്രയൽ, അത് പി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ്സുമാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഡിസ്ട്രിബ്യൂഷൻ തിയറിയിൽ ഈ എക്സിനെ, നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസിനെ ജോമെട്രിക് റാൻഡം വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതിവിടെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ട്രയൽസ് ഇൻഡെഫിനിറ്റ്ലി നീണ്ടുപോകണം, അതും ഇവിടെ കറക്റ്റാണ്. അതുകൊണ്ട് എക്സ് ഇവിടെ ശരിക്കും ഒരു ജോമെട്രിക് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ്. പ്രത്യേകിച്ച് എക്സ് എഴുതേണ്ട കാര്യമില്ല. അതിനു മുമ്പ് എക്സ് കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്നറിയണം. നമ്പർ ആയതുകൊണ്ട് തന്നെ എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അതുകൊണ്ട് തന്നെ എക്സിന് വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂസും പ്രോബബിലിറ്റീസും എന്താണെന്ന് നോക്കാം. എക്സ് പി ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിംഗ് ദ ഫസ്റ്റ് സക്സസ് ഇൻ ആൻ ഇൻഡെഫിനിറ്റ് സീരീസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് ആണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് കുറേ അധികം തവണ ചെയ്ത് നോക്കുമ്പോൾ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 0 എടുക്കാം. ഏറ്റവും ചെറിയ വാല്യൂ എക്സിന് എടുക്കാൻ പറ്റുന്നത് 0 ആണ്. അതായത് ഫസ്റ്റ് ടൈം തന്നെ ഒരു സക്സസ് കിട്ടുന്നു, ഒരു ഫെയിലിയർ പോലും അവിടെ കിട്ടുന്നില്ല. ദെൻ ഫസ്റ്റ് ടൈം ഒരു ഫെയിലിയർ കിട്ടുന്നു, ദെൻ സക്സസ് കിട്ടുന്നു. സെക്കൻഡ് ടൈം മാത്രമാണ് സക്സസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് 1 ആകും. അതായത് ഫസ്റ്റ് സക്സസിനെ പ്രൊസീഡ് ചെയ്ത നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 1 ആയിരുന്നു. ഇനി 2 തവണ ഫെയിലിയേഴ്സ് കിട്ടി, മൂന്നാമത്തെ തവണയാണ് സക്സസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 ആകും. ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ പോകുന്നത്. ദെൻ 3 ആകും. അങ്ങനെ പോകും. ഇൻഡെഫിനിറ്റ്ലി നമ്മൾ ഈ ട്രയൽസ് ചെയ്യുന്നത് കൊണ്ട് എക്സിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. ഇനി എക്സ് 0 ആകാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിരുന്ന് നോക്കാം. പ്രോബിലിറ്റി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് ടൈം തന്നെ ഒരു സക്സസ് കിട്ടുന്നു, ഫെയിലിയേഴ്സ് ഒന്നും തന്നെ കിട്ടുന്നില്ല. കാരണം എക്സ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അല്ലേ, അത് 0 ആണെന്ന് പറഞ്ഞാൽ ഫെയിലിയേഴ്സ് ഒന്നും കിട്ടിയില്ല, ഫസ്റ്റ് ടൈം തന്നെ ഒരു സക്സസ് കിട്ടുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ സക്സസ് അതിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രോബിലിറ്റി പി ഓഫ് സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് പി. ദെൻ പ്രോബിലിറ്റി എക്സ് ഈക്വൽ ടു 1. എക്സ് 1 ആകുക എന്ന് പറഞ്ഞാൽ
നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ് 1 ആകുക. അതായത് ഒരു തവണ ഒരു ഫെയിലിയർ കിട്ടും, ദെൻ ഉള്ളി ഒരു സക്സസ്. ഒരു ഫെയിലിയറും വെരി നെക്സ്റ്റ് ട്രയലിൽ ഒരു സക്സസ്സും കിട്ടുന്നു. അതായത് ഒരു ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി നമുക്ക് 1 - p എന്ന് പറയാം. ഒരു സക്സസിൻ്റെ പ്രോബിലിറ്റി p. 1 - p എന്ന് പറയാൻ കാര്യം, ഒരു ട്രയലിൽ സക്സസ്സും ഫെയിലിയറും 2 ഔട്ട്കംസേ ഉള്ളൂ. ഇവിടെ രണ്ടിൻ്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അതുകൊണ്ട് തന്നെ സക്സസിൻ്റെ പ്രോബിലിറ്റി p ആയാൽ ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി 1 - p ആയിരിക്കും. 1 - p ഞാൻ തൽക്കാലം q എന്ന് വിളിച്ചാൽ ഇറ്റ് ഇസ് qp. അപ്പോൾ q × p. ഇനി പ്രോബിലിറ്റി x = 2. അത് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് പ്രോബിലിറ്റി f f s എന്ന് വരും. ദാറ്റ് ഇസ് q q p which is equal to q² p. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് മനസ്സിലാവും 3q³ p കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ എക്സിൻ്റെ കുറേ വാല്യൂസും കിട്ടി, നമുക്ക് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും കിട്ടി. നൗ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ച് നമുക്കറിയാം summation over x into p of x. That's 0 into p plus 1 into qp plus 2 into q² p plus 3 into q³ p plus etc. That is equal to, ഇത് 0 ആയി പോകും, qp plus 2q² p plus 3q³ p plus etc. qp എല്ലാ ടേംസിനും കോമൺ ഫാക്ടറാണ്. അതുകൊണ്ട് qp കോമൺ എടുക്കാം. പോയിട്ട് 1 plus 2q plus 3q² plus etc. അങ്ങനെ വരും. This is equal to qp into ഈ എക്സ്പാൻഷൻ 1 - q⁻² ൻ്റേതാണ്. which is equal to qp into 1 - qp ആണ് p⁻², which is equal to q/p. Question: find expectation of x if f of x is equal to 30x⁴ into 1 - x if 0 less than x less than or equal to 1 and 0 elsewhere. ഇവിടെ നോക്കുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എക്സ് റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ റേഞ്ച് നോക്കിയാൽ അറിയാം എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. സോ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ എഫ് ഓഫ് എക്സ് ഓർ PDF പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വേണം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ നമുക്കിങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 30x⁴ into 1 - x if x lies between 0 less than or equal to x less than or equal to 1 and 0 otherwise. Now expectation of x is equal to, definition അനുസരിച്ച് നമുക്കറിയാം, integral range over x into f of x dx. which is equal to integral range over x എന്ന് പറയുമ്പോൾ 0 less than or equal to x less than or equal to 1. അതുകൊണ്ട് x0 to 1 x into എഫ് എക്സിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഭാഗം മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള സ്ഥലത്ത് എഫ് ഓഫ് എക്സ് 0 ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്താലും 0 കിട്ടാൻ പോകുന്നുള്ളൂ. സോ ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു അതിൻ്റെ PDF 30x⁴ into 1 - x dx, which is equal to 30 can be taken out. 30 into integral 0 to 1 x⁵ into 1 - x dx, which is equal to 30 into x⁵ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. x⁵ - x⁶ എന്നാവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁵നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁶/6 മൈനസ് x⁶നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x�7/7 വിത്തിൻ ദ റേഞ്ച് 0 to 1. This is equal to 30 into
അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ്. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/6 മൈനസ് 1/7 which is equal to 30 into 1/42 which is equal to 5/7. This is the expectation of x. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്തത് എക്സ്പെക്റ്റേഷൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനും ഡെഫിനിഷൻ എങ്ങനെയാണ്, അതിൻ്റെ രണ്ടിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ ചില പ്രോപ്പർട്ടീസ്, അതിൻ്റെ മൊമെൻറ്റ്സുമായിട്ടുള്ള റിലേഷൻ ഇത്രയും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.